ദീർഘമായ ഒരു പ്രസംഗത്തിന് സമയമില്ല എന്ന് എനിക്കറിയാമെങ്കിലും പരിശുദ്ധനായ മാർ സ്തേഫാനോസ് സഹദായെ അനുസ്മരിക്കുമ്പോൾ ആ പരിശുദ്ധൻ്റെ സ്മരണ നമ്മുടെ ഉള്ളിലേക്ക് ആവസിച്ച് എടുക്കുന്ന സന്ദർഭമാണ്. നമ്മുടെ കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ ജനന സമയത്ത് ശിശു സഹദയന്മാർ ദൈവസന്നിധിയിൽ അവരുടെ ജീവൻ അർപ്പിച്ചു. എന്നാൽ കർത്താവിൻ്റെ ജീവിതകാലത്തിന് ശേഷം ആദ്യമായി ജീവൻ സമർപ്പിക്കുവാൻ ഭാഗ്യം ലഭിച്ച, ദൈവസന്നിധിയിലേക്ക് തൻ്റെ ആത്മാവിനെ നേരിട്ട് ഫരമേൽപ്പിക്കുവാൻ സാധിച്ച ഒരു പുണ്യ പുരുഷനാണ്. കല്ലേറുകൊണ്ട് പിളയുമ്പോൾ നമ്മുടെ കർത്താവിനെ പോലെ തന്നെ എറിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഉയരങ്ങളിൽ പുത്രനാം ദൈവം എഴുന്നേറ്റ് ആ ആത്മാവിനെ സ്വീകരിക്കുന്നതായി ദർശനം കണ്ടതായി പരിശുദ്ധ വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആത്മാവിനെ ഫരമേൽപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ സാന്നിധ്യം കണ്ട്, പിതാവേ എൻ്റെ ആത്മാവിനെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് നമ്മുടെ കർത്താവ് കുരിശിന്മേൽ തൻ്റെ പ്രാണനെ അർപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ട് അതിന് സമാനമായ ഒരു സാഹചര്യത്തിൽ ദൈവസന്നിധിയിൽ തൻ്റെ ജീവൻ അർപ്പിക്കപ്പെട്ട ഒരു ശമ്മാശന്മാരിൽ പ്രധാനിയും സഹദയന്മാരിൽ മുമ്പനും പരിശുദ്ധനും മഹത്വമുള്ളവനുമായ സ്തേഫാനോസ്. നമ്മൾ പലപ്പോഴും ഓർമ്മ എന്ന് പറയുന്നത് പണ്ടെന്നോ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് നമ്മുടെ സ്മൃതിപഥത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ള ഓർമ്മ സ്കൂളുകളിൽ പഠിച്ചത് നമ്മുടെ മസ്തിഷ്കത്തിൽ അത് തെളിച്ചു കൊണ്ടുവരുമ്പോൾ ആ സംഭവം നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. എന്നാൽ പഴയ സംഭവങ്ങൾ ഓർക്കുക മാത്രമല്ല, അനുനിമിഷം നമ്മുടെ ജീവിതം ഇതുപോലെയുള്ള ഓർമ്മകളുടെ ഒരു സമാഹാരമാണ്. നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നത് ഇതുപോലെയുള്ള ഓർമ്മകളുടെ ഒഴുക്കുകളിലൂടെയാണ്. ഓരോ കുടുംബത്തിലും അവരുടെ പൂർവികർ അനുഷ്ഠിച്ചതായ ദൈവിക അനുഗ്രഹങ്ങളുടെ ഒരു ഒഴുക്ക് നമ്മളിലൂടെ അടുത്ത തലമുറയിലേക്ക് കടന്നു പോവുകയാണ്. ദൈവം അങ്ങനെയാണ് നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ഓർമ്മയിൽ നിന്ന് നമുക്ക് മാറി നിൽക്കുവാനായിട്ട് ഒക്കുകയില്ല. ഒരു കുടുംബത്തിൽ ഭക്തനായ ഒരു മനുഷ്യൻ ജീവിച്ചിട്ടിരുന്നുവെങ്കിൽ ആ തലമുറയിൽ 2, 3, 4 തലമുറ വരുമ്പോൾ ആ ഭക്തനായ മനുഷ്യൻ്റെ അനുഗ്രഹം പ്രകടമാകുന്ന സാഹചര്യങ്ങളുണ്ടാകും. കാരണം ആ ഫാമിലി ട്രീയിൽ അങ്ങനെ ആ ചരിത്രങ്ങൾ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഈ ചെറിയവരിൽ ഒരുവന് ഒരു ഗ്ലാസ് പച്ചവെള്ളമെങ്കിലും കുടിപ്പാൻ കൊടുത്താൽ അതിൻ്റെ പ്രതിഫലം അവന് നഷ്ടമാകുകയില്ല. ഫിസിക്സ് പഠിക്കുന്നവർക്കറിയാം, ടു എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അത് ശാസ്ത്രത്തിൽ നമ്മൾ പഠിക്കുന്നത് പോലെ നമ്മൾ ഈ ലോകത്തിൽ ചെയ്യുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിങ്ങനെ ആൾക്കൂട്ടത്തിൽ ഇങ്ങനെ വന്നു പോകുന്നതല്ല. നമ്മളെല്ലാവരെയും വളരെ സൂക്ഷ്മതയോടെയാണ് ദൈവം തമ്പുരാൻ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്. ഈ ലോകത്തിൽ ഏകദേശം 850 കോടി ജനങ്ങളുണ്ടെന്നാണ് ഒരു കണക്ക്. ആ 850 കോടി ജനങ്ങളെയും വ്യത്യസ്തമായി സൃഷ്ടിക്കുവാൻ സൃഷ്ടാവിന് സാധിക്കുന്നു. അതിൻ്റെ പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ ഒക്കെ ഇന്നത്തെ ആധുനിക മാത്തമാറ്റിക്സിൽ പഠിക്കുന്നത് പോലെ അത്ര വിശാലമായ ഒരു സാഹചര്യത്തിലാണ് നാം ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അത് നമ്മുടെ ശരീരത്തിലെ ഓരോ പ്രത്യേകതകളും അതാണ് സൂക്ഷിക്കുന്നത്. ഇവിടെയുള്ള 150 പേരുടെയും തലമുടി എടുത്തു നോക്കിയാൽ അത് വ്യത്യസ്തമാണ്. ഇതാരുടെയാണെന്ന് കണ്ടുപിടിക്കാൻ ഇന്നത്തെ ശാസ്ത്രത്തിന് സാധിക്കും. നമ്മുടെ കയ്യിലെ രേഖകളും അതുപോലെ തന്നെയാണ്, വ്യത്യസ്തമാണ്.
നമ്മുടെ മുഖത്തിൻ്റെ പ്രത്യേകതകളും വ്യത്യസ്തമാണ്. ഒരു കുടുംബത്തിൽ വരുന്നവർക്ക് ചില സാധർമ്മ്യങ്ങളുണ്ട് എങ്കിലും എവരിബഡി ഈസ് യുണീക്ക് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ്. ഇത് സൃഷ്ടാവ് വളരെ ബുദ്ധിയോടുകൂടെ സൃഷ്ടിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ ഉത്തരം പറയുവാൻ ബാധ്യസ്ഥനാണ്. ദൈവസന്നിധിയിൽ നമ്മൾ ചെയ്യുന്നതായ നെടുവീർപ്പുകളും പ്രാർത്ഥനകളും നമ്മുടെ ചിന്തകളും എല്ലാം അവിടെ സൂക്ഷിക്കുന്നുണ്ട്. ഇന്നെല്ലാവരും വാട്സപ്പൊക്കെ ഉപയോഗിക്കുന്നവരാണ്. ഗ്രൂപ്പിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ അത് 500 പേരുടെ ഗ്രൂപ്പിലും അത് പ്രത്യക്ഷമാകും. നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് പോവുകയില്ല. അതുപോലെയാണ് വിശാലമായി ഒരു ലോകത്തിൽ ദൈവം നമ്മെ സൃഷ്ടിക്കുമ്പോൾ ഈ കൊടുക്കൽ വാങ്ങലുകൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും അഹങ്കാരത്തോടും കോപത്തോടും നിഗളത്തോടുമൊക്കെ സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ പ്രതിഫലനം പിൻതലമുറയിൽ ഉണ്ടാകുമെന്നുള്ളൊരു ബോധ്യത്തോടു കൂടി നാം ജീവിക്കേണ്ടിയിരിക്കും. അതുകൊണ്ട് ദൈവം നമ്മെ ഈ ലോകത്തിലേക്ക് അയക്കുമ്പോൾ നമുക്കൊക്കെ ഒരുക്കിയിരിക്കുന്ന ഓരോ വഴികളാണ്. ആ വഴികളിൽ വിശ്വസ്തയോടെ ജീവിച്ച് ദൈവത്തെ മുറുകെ പിടിച്ച് ഈ ലോകം വിട്ട് കടന്നു പോകുന്ന ആളുകളുടെ സ്മരണകൾ, ഓർമ്മകൾ അത് നഷ്ടമാകുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു വലിയ അത്ഭുതമാണ് ഈ സ്തേഫാനോസ് സഹദായെ ഈ കല്ലിങ്കൽ പ്രദേശത്ത് ഇന്ന് നമ്മൾ ഓർക്കുന്നത്. അദ്ദേഹം ഇവിടെ കേരളത്തിലോ ഇന്ത്യയിലോ ഇവിടെ എങ്ങും വന്നിട്ടില്ല. അദ്ദേഹം ജീവിച്ച് മറഞ്ഞുപോയ ഒരു ദിവ്യ നക്ഷത്രമാണ്. എന്നാൽ ഇന്ന് നമ്മൾ ഓർക്കാൻ കാരണം സ്തേഫാനോസ് സഹദായുടെ ജീവിതം ക്രിസ്തുവിൻ്റെ ജീവിതത്തോട് സാധർമ്മ്യപ്പെടുത്തുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന് സാധിച്ചു. ജനനം മുതൽ വേർതിരിക്കപ്പെട്ട് ദൈവത്തിൻ്റെ ഹിതം തൻ്റെ ജീവിതത്തിലൂടെ, പ്രവർത്തനത്തിലൂടെ, വാക്കുകളിലൂടെ മരണം വരെ നിറവേറ്റുവാൻ സാധിച്ചതുകൊണ്ടാണ് ആ വലിയൊരു ഭാഗ്യം അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നവരിലോട് നിങ്ങളുടെ വല്യപ്പൻ്റെ അപ്പൻ്റെ പേര് ഒന്ന് പറയാമെന്ന് ചോദിച്ചാൽ അധികം പേരും പറയുമെന്ന് തോന്നുന്നില്ല. കാരണം നമ്മുടെ ഓർമ്മ ഒരു 3 തലമുറയ്ക്ക് അപ്പുറത്തോട്ട് പോവുകയില്ല, താഴോട്ട് ഒരു 3 തലമുറ. എന്നാൽ ഇതിനപ്പുറത്ത് എത്രയോ തലമുറകൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ഇന്നും നമുക്ക് സജീവമായി നിൽക്കുന്നെങ്കിൽ അതുതന്നെയാണ് ലോകത്തിലെ വലിയൊരു അത്ഭുതം. സ്തേഫാനോസ് സഹദായുടെ ഓർമ്മ നടത്താൻ ഒന്നും പ്രത്യേകം കരുതി വെച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് ആ ഓർമ്മ അത് പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ദാറ്റ് സ്പീക്സ് വോളിയം. ഒരുപാട് പറയുന്ന ഓർമ്മകൾ സൃഷ്ടിച്ച് കടന്നു പോവുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നാം ഓർക്കുമ്പോൾ ഇന്ന് അനുധാവനം ചെയ്യുവാനായിട്ട് ഇന്ന് നമ്മളെ ആരും കല്ലൊന്നും എറിയുകയില്ല. നമ്മളാരെങ്കിലും എറിഞ്ഞാലേ ഉള്ളൂ. പക്ഷേ കല്ലെറിയുന്നത് പോലെ അനേകം പ്രലോഭനങ്ങൾ, പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം അതിന് വഴങ്ങിക്കൊടുക്കുകയാണെങ്കിൽ സ്തേഫാനോസിൻ്റെ ഓർമ്മ കൊണ്ടാടുന്നതിൽ വലിയ പ്രയോജനമൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പല വിധത്തിൽ കാഴ്ചകൾ കൊണ്ട്, ഭക്ഷണം കൊണ്ട്, സംസാരം കൊണ്ട്, ഇങ്ങനെ പല വിധത്തിൽ പാപം കടന്നു വരാനുള്ള ഒരുപാട് സാഹചര്യമാണ്. ആ സാഹചര്യങ്ങളെല്ലാം ഒരു കല്ലേറായിട്ട് നമ്മൾ ഓർത്താൽ അതിനെ നിർവിശങ്കം ധൈര്യത്തോടെ പോരാടുവാൻ, അതിനെയൊക്കെ എതിർത്ത് നിൽക്കുവാൻ സാധിക്കണം. ഭക്ഷണകാര്യങ്ങൾ നമ്മൾ വീണ്ടു പോവുകയാണ്, സംസാര കാര്യത്തിൽ നമ്മൾ വീണ്ടും പോവുകയാണ്. അതുപോലെ നമ്മൾ ഏർപ്പെടുന്ന മേഖലകളിലെല്ലാം ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് എന്നെ അയച്ചിരിക്കുന്നത്, ഞാൻ ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കുവാൻ ബാധ്യസ്ഥനാണ് എന്നുള്ള ബോധ്യത്തിൽ വിശ്വസ്തയോടെ ആ ജീവിതത്തെ നയിക്കുമ്പോൾ ആ ജീവിതം അർത്ഥപൂർണമാകും, പിൻതലമുറയ്ക്ക് പ്രകാശമാകും, ദൈവത്തിന് സന്തോഷമാകും. കർത്താവിൻ്റെ ജനന സമയത്ത് അനേകം ശിശുക്കൾ വധിക്കപ്പെട്ടു. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ദൈവത്തിന് ആ കാര്യം വേണമെങ്കിൽ ഒന്ന് ഒഴിവാക്കാമായിരുന്നു. കാരണം നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ അനേകർ ഗളച്ഛേദം ചെയ്യപ്പെട്ട് വധിക്കപ്പെട്ടു ആ ജനനത്തിങ്കൽ. പക്ഷെ ഇന്ന് അവർ വലിയ
ഉന്നത സ്ഥാനത്താണ്. കർത്താവിൻ്റെ കിരീടത്തിലെ രത്നക്കല്ലുകളായി ശിശു സഹതയന്മാർ ഇന്ന് വിരാജിക്കുകയാണ്. അവരുടെ അമ്മയ്ക്ക് ദുഃഖമാണെങ്കിൽ ഇന്ന് സ്വർഗത്തിൽ സന്തോഷമാണ്. ദൈവത്തിന് വേണ്ടി പാപം കൂടാതെ ജീവിതം സമർപ്പിക്കുവാൻ സാധിച്ചു എന്നുള്ളത്. അതുപോലെ ഒരു സുഹൃതമാണ് സ്തേഫാനോസ് സഹത തന്നെ ഉപദ്രവിക്കുന്നവർക്ക് തൻ്റെ ഗുരുവായ ദൈവം യേശുതമ്പുരാൻ കാണിച്ചതുപോലെ തന്നെ അവരോട് എതിർത്ത് നിൽക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വലിയൊരു ദർശനം കാണുകയാണ്. ആ ഒരു ദർശനം നമുക്ക് ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾ കൃപ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് മാതാവിനോട് അഭ്യർത്ഥിക്കാറുണ്ട്. കാരണം പുത്രൻ്റെ മരണസമയത്ത് താൻ പ്രിയപ്പെട്ട ശിഷ്യന്മാർ ഏറിയ പങ്ക് ഓടിപ്പോയി. എന്നാൽ ആ മരണസമയം വരെ, ജനനം മുതൽ മരണം വരെ ഒരു നിഴല് പോലെ അവിടെ അനുധാവനം ചെയ്ത് അതിൻ്റെ ദൃക്സാക്ഷിയാകുവാൻ ഭാഗ്യം ലഭിച്ചത് പരിശുദ്ധയായ മാതാവിനാണ്. അതുപോലെയാണ് സ്തേഫാനോസിൻ്റെ മരണസമയത്ത് വലത്തുഭാഗത്ത് ഇരിക്കുന്നുവെന്നാണ് നമ്മുടെ പാരമ്പര്യത്തിലൊക്കെ പറഞ്ഞാൽ വേദപുസ്തകത്തിൽ അവൻ നിൽക്കുന്നതായി കാണുന്നു എന്നുള്ളതാണ്. പിതാക്കന്മാർ പറയുന്നത് തൻ്റെ പ്രിയപ്പെട്ട സ്തേഫാനോസിൻ്റെ ആത്മാവിനെ സ്വീകരിക്കുവാനായി കർത്താവ് എഴുന്നേറ്റ് നിൽക്കുകയാണ്. കാരണം അവൻ ആ പരീക്ഷകൾ പാസ്സായി ആ പ്രതിസന്ധികളെ ധൈര്യത്തോടെ നേരിട്ട് ഉത്തമനും വിശ്വസ്തനുമായ ദാസ എന്നുള്ള വിളിക്ക് അർഹനായി സ്വർഗത്തിലേക്ക് സ്വീകരിക്കപ്പെടുന്ന ആ ഒരു വലിയ മുഹൂർത്തമാണ്. നമ്മുടെയൊക്കെ ഉറക്കത്തിലും ഉണർവിലും ഇങ്ങനെ ദൈവദർശനം കാണാനുള്ളൊരു ഭാഗ്യമുണ്ടാകും. കാലം ചെയ്ത ഗീവർഗീസ് ദിദിയൻ ബാവ ചില അവസരങ്ങളിലൊക്കെ ഷമ്മാസന്മാരോട് ചോദിക്കും, ഇവിടെ താൻ കേട്ടോ മാലാഹമാർ വന്ന് പാട്ടുപാടുന്നു. ഷമ്മാസിന് ഇതൊന്നും കേൾക്കുകയില്ല, ഇവിടുത്തെ ശബ്ദമൊക്കെ കേൾക്കുകയുള്ളൂ. എന്നാൽ വിശുദ്ധന്മാരായ ആളുകൾ ആ സ്വർഗീയമായ ശബ്ദം കേൾക്കുവാൻ, സ്വർഗീയമായ ദർശനങ്ങൾ കാണുവാൻ അവരുടെ ഹൃദയം വിശുദ്ധിയുള്ളതായിത്തീരും. നമ്മൾ ഓരോ ദിവസവും കാണുന്നതും വായിക്കുന്നതും അറിയുന്നതുമായ അനുഭവങ്ങളാണ് നമ്മുടെ ദർശനങ്ങളായി സ്വപ്നങ്ങളായി രൂപപ്പെടുന്നത്. അവിടെ നമ്മുടെ ജീവിതം വിശുദ്ധിയുള്ളതായി തീരുമ്പോൾ, ദൈവത്തിന് ഹിതകരമായി തീരുമ്പോൾ ഇതുപോലെയുള്ള ദിവ്യ ദർശനങ്ങൾ കാണുവാൻ സാധിക്കും. പരിമല തിരുമേനി കാലം ചെയ്യുന്നതിന് 2 ദിവസം മുമ്പ് കൂടെ നിന്നവരോട് ചോദിച്ചു, ഡേറ്റൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി ഒരു 2 ദിവസം കൂടെ ഞാനിങ്ങനെ കഴിയണമല്ലോ. കാരണം ജീവിതാന്ത്യത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്, പോകുന്നത് എവിടേക്കാണെന്ന് നല്ല ബോധ്യമുണ്ട്. ബലഹീനനായി രോഗിയായി മരിച്ച ഒരു മനുഷ്യൻ 120 വർഷം കഴിയുമ്പോഴും സജീവമായി അനേകം ആളുകളെ സന്തോഷിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്യുന്ന സജീവമായ അവസ്ഥയിൽ നിൽക്കുന്ന നമ്മുടെ ചുറ്റുപാടിൽ ജീവിച്ച ഒരു മനുഷ്യനാണ്. അപ്പോൾ സ്തേഫാനോസ് അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠനാണ്. ആ സ്തേഫാനോസിൻ്റെ ദർശനം പോലെ നമ്മൾ ഉറങ്ങുമ്പോൾ, നമ്മൾ ഉണരുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ദിവ്യ ദർശനം കാണുവാൻ, ആ സ്വഭാവം, ആ ഓർമ്മ നമ്മുടെ മനസ്സിൽ രൂഢമൂലമാകുവാൻ ഈ പെരുന്നാൾ നമ്മളെ സഹായിക്കട്ടെ. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഷമ്മാസന്മാരിൽ പ്രധാനിയാണ്. ശുശ്രൂഷ ചെയ്യുവാൻ, ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷ ചെയ്യുവാനാണ് എല്ലാവർക്കും ലഭിച്ചിരിക്കുന്ന നൽവരമാണ് ഷമ്മാസത്വം, ശുശ്രൂഷയുടെ ആത്മാവ്. അതുപോലെ തന്നെ സഹതയന്മാരുടെ കിരീടമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ദൈവത്തിന് ഹിതകരമായി തീർന്നതുപോലെ. ആ ദർശനം ദൈവമേ ഞങ്ങളെയും കാണിക്കണമേ. ആ മുഖം കാണുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളിലുള്ള എല്ലാ ഇതും, കണ്ണിനൊക്കെ കാറ്ററാക്റ്റിൻ്റെ ഓപ്പറേഷൻ കഴിയുമ്പോഴാണ് കണ്ണ് തെളിയുന്നത് എന്ന് പറയുന്ന പോലെ നമ്മൾ കണ്ണടച്ചാലും പ്രാർത്ഥിച്ചാലും ആ ദിവ്യദർശനം അങ്ങോട്ട് തെളിഞ്ഞു വരുന്നില്ല. നമ്മളെ ഭയപ്പെടുത്തുന്ന മറ്റു പലതുമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ആ ദിവ്യദർശനം നമ്മൾ കാണുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയം തെളിഞ്ഞു വരണമെങ്കിൽ ജീവിതം വിശുദ്ധമാകണം. പരിശുദ്ധന്മാരെ അനുകരിക്കുവാൻ തക്കവണ്ണം അവരുടെ കൃപ നമുക്കുണ്ടാകണം. ആ ദർശനം നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ സമൃദ്ധിയായി നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം നമ്മെ